എൻ്റെ 10th റിസൾട്ട് വന്നപ്പോൾ എൻ്റെ അമ്മയ്ക്ക് എന്നോട് ഭയങ്കര ദേഷ്യമായിരുന്നു. കാരണം എൻ്റെ കൂടെ എല്ലാ തരികിടകളും കളിച്ച് നടന്ന എല്ലാവർക്കും ഫുൾ A+ കിട്ടിയപ്പം എനിക്ക് വെറും 80% ആണ് സ്കോർ ചെയ്യാൻ പറ്റിയത്. +2 ആയപ്പോഴും ഒട്ടും മോശമില്ല. 80% ഒരു പടിയും കൂടെ കുറഞ്ഞ് 78% ആയി. ഏതെങ്കിലും ഒരു നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് സ്പോർട്സിൽ കുറച്ച് കഴിവുള്ളതുകൊണ്ട് പ്രൊവിഡൻസ് കോളേജിൽ അഡ്മിഷൻ കിട്ടി. ജോലി കിട്ടണം എന്നുള്ളൊരു ലക്ഷ്യം വെച്ചല്ല ഞാൻ പഠിക്കണേന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് എൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ പൊട്ടൻ ലോട്ടറി അടിക്കുന്ന പോലെ ഈ ജോലി എനിക്ക് കിട്ടിയത്. അപ്പോഴും എൻ്റെ ഒരു കയ്യിലിരിപ്പ് വെച്ച് ഈ ജോലി മിസ്സാവേണ്ടതാണ്. ആ സ്റ്റോറി ഞാൻ അടുത്ത റീലിൽ പറയാം. ഇപ്പം ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ചു വരുമ്പോൾ ഒരു ജോലി ലക്ഷ്യം വെച്ച് പഠിക്കണം എന്നൊരു നിർബന്ധവും ഇല്ല. ഇനി അങ്ങനെ ഒരു ലക്ഷ്യം വെച്ച് പഠിച്ചാലും തെറ്റൊന്നുമില്ല. ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്ന എത്രയോ ആൾക്കാരുണ്ട്. എന്നാൽ എന്നെപ്പോലെ ഒരു ലക്ഷ്യമില്ലാതെ പഠിക്കുന്നവർ ഒന്നും ടെൻഷൻ അടിക്കാനില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് ഒരു വഴിത്തിരിവ് വരാമെന്ന് നമുക്ക് പോലും പറയാൻ പറ്റില്ല. അന്നൊക്കെ എൻ്റെ കാര്യത്തിൽ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനും ദേഷ്യമായിരുന്നെങ്കിലും ഇന്ന് അമ്മ ഭയങ്കര ഹാപ്പിയാണ്. സന്തോഷത്തെക്കാളും കൂടുതൽ അഭിമാനമുണ്ട്. ഫുൾ A+ഉം 99% മാർക്സ് ഒന്നുമില്ലെങ്കിലും ഒരു നല്ല ജോലി ചെയ്യാന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഞാൻ. സോ ഇന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ ഒരു ലക്ഷ്യവും ഇല്ലാത്ത ആൾക്കാർക്ക് വേഗം തന്നെ ഒരു വഴിത്തിരിവ് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.